സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്തു പറയണം. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ദൃശ്യം 3 വരുമ്പോൾ ഈ ഒരു സിനിമയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ശരിക്കും ആവശ്യമില്ലാത്ത പോലെ തോന്നിയ. അത് വേറൊന്നും കൊണ്ടല്ല. ഈ ഒരു മൂവിയുടെ സ്ക്രീൻ പ്ലേ ഭയങ്കര വീക്ക് ആയിരുന്നു. ആൻഡ് എനിക്ക് ആകെ ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന് ലാലേട്ടന്റെ പെർഫോമൻസ് ആണ്. ആൻഡ് മറ്റൊന്ന് ക്ലൈമാക്സിലെ ഒരു പോർഷൻ. ഈ രണ്ട് കാര്യങ്ങൾ നൈസ് ആയിരുന്നു. അതല്ലാതെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടോ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് പോകുന്നതായിട്ടോ ഒന്നും തന്നെ സിനിമയിലില്ല. സിനിമ സ്റ്റാർട്ട് ചെയ്ത് സിനിമയുടെ എൻഡ് വരെ ലൈക്ക് നമ്മൾ ദൃശ്യം 1ഉം 2ലും കണ്ട അതേ ഒരു പ്രസന്റേഷൻ തന്നെയാണ് സിനിമ ഒരു കാര്യത്തിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നതും പിന്നീട് അവിടെ അത് ബ്രേക്ക് ചെയ്യുന്നൊക്കെ തന്നെയാണ്. ആ ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നോർമൽ ആയിരുന്നു. ലൈക്ക് തിയേറ്റർ ഫുള്ള് ക്ലാപ്പടിയായിരുന്നു. പക്ഷെ എനിക്ക് ഓക്കെ ഒരു പ്രഡിക്റ്റബിൾ ആയിരുന്നു. ആ ഒരു സീനൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. അതുപോലെ തന്നെ ആയിരുന്നു. ശരിക്കും ആ ഒരു സിനിമ ഓൺ ആവുന്നത് ആ ഒരു സെക്കൻഡ് ഹാഫിലാണ്. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള മൂവീസ് പോലെ തന്നെയാണ് ആ ഒരു സെക്കൻഡ് ഹാഫിലാണ് സിനിമയുടെ ആ ഒരു എക്സാക്ട് സ്റ്റോറിയിലോട്ട് നമ്മൾ എത്തുന്നത്. ആ ഒരു എക്സാക്ട് സ്റ്റോറിയിലോട്ട് എത്തിയെങ്കിൽ പോലും സിനിമ മുന്നോട്ട് പോകുന്നില്ല. ഒരു പോയിന്റ് കഴിയുമ്പോൾ സിനിമ സ്റ്റക്കായി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ജോർജ് കുട്ടി ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്, ഇവന്റ്സ്, അയാളുടെ മനസ്സിലെ പേടി, അയാളെ ഇമോഷൻസ്, ഇതെല്ലാം സിനിമ സംസാരിക്കുന്നുണ്ട്. ആ ഒരു ഏരിയയൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ അതല്ലാതെ അങ്ങനെ എടുത്തു പറയാനായിട്ട് വേറെ ഒന്നും ഇല്ലായിരുന്നു.